നാട്ടിൽ ഈറ്റിനെ വന്നപ്പോ പൊതിച്ചോറ് കഴിക്കാൻ പറ്റിയില്ല എന്നെന്റെ ഫ്രണ്ട് സങ്കടം പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു പൊതിച്ചോറ് കെട്ടിയാലോ എന്നമ്മ. ഇതാട്ടോ എന്റെ ഫ്രണ്ട് ചഞ്ചൽ. നല്ല വാട്ടിയ വാഴകൾ കെട്ടി പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ ഒരു മണം വരും. നേരത്തെയൊക്കെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ട്രെയിനിരുന്ന് കഴിക്കാൻ വേണ്ടി അമ്മ തന്നു വിട്ടിരുന്ന ആ പൊതിച്ചോറിലെ സ്പെഷ്യൽ കോമ്പോസാണ് മുട്ട പൊരിച്ചതും തേങ്ങാ ചമ്മന്തിയും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും. പൊതിച്ചോറിലെ നിങ്ങളുടെ ഫേവററ്റ് കോമ്പിനേഷൻ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പൊതിച്ചോറ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അമ്മ ഒളിപ്പിച്ച് വെച്ചിരുന്ന 2 പീസ് ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല മാങ്ങ ചമ്മന്തിയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും പിന്നെ മുട്ട പൊരിച്ചതും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. ഈ ഉരുള വേറെ ഒരാൾക്കാട്ടോ. അത് ഞങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം ആർക്കാണ് ഈ ഉരുള എന്ന്. ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ഈ ഒരു പൊതിച്ചോറ് കഴിച്ചു തീർത്തത്. എനിക്ക് വേണം പൊതിച്ചോറ് എന്ന് പറഞ്ഞ് നിച്ചുവനായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഉരുള കൊടുത്തത്. നാട്ടിൽ ഈറ്റിനെ വന്നപ്പോ പൊതിച്ചോറ് കഴിക്കാൻ പറ്റിയില്ല എന്നെന്റെ ഫ്രണ്ട് സങ്കടം പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു പൊതിച്ചോറ് കെട്ടിയാലോ എന്നമ്മ. ഇതാട്ടോ എന്റെ ഫ്രണ്ട് ചഞ്ചൽ. നല്ല വാട്ടിയ വാഴകൾ കെട്ടി പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ ഒരു മണം വരും. നേരത്തെയൊക്കെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ട്രെയിനിരുന്ന് കഴിക്കാൻ വേണ്ടി അമ്മ തന്നു വിട്ടിരുന്ന ആ പൊതിച്ചോറിലെ സ്പെഷ്യൽ കോമ്പോസാണ് മുട്ട പൊരിച്ചതും തേങ്ങാ ചമ്മന്തിയും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും. പൊതിച്ചോറിലെ നിങ്ങളുടെ ഫേവററ്റ് കോമ്പിനേഷൻ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പൊതിച്ചോറ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അമ്മ ഒളിപ്പിച്ച് വെച്ചിരുന്ന 2 പീസ് ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല മാങ്ങ ചമ്മന്തിയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും പിന്നെ മുട്ട പൊരിച്ചതും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. ഈ ഉരുള വേറെ ഒരാൾക്കാട്ടോ. അത് ഞങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം ആർക്കാണ് ഈ ഉരുള എന്ന്. ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് ഈ ഒരു പൊതിച്ചോറ് കഴിച്ചു തീർത്തത്. എനിക്ക് വേണം പൊതിച്ചോറ് എന്ന് പറഞ്ഞ് നിച്ചുവനായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ഉരുള കൊടുത്തത്.